നമസ്കാരം. അഗാരിക്കസ് മലയാളത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പാസ്ചറൈസേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള MCQs ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ബോയിലിംഗ് എയിം ഓഫ് പാസ്ചറൈസേഷൻ. പാസ്ചറൈസേഷന്റെ എയിം എന്താണ്? ആൻസർ ഓപ്ഷൻ എ ബോയിൽ മിൽക്ക്, ഓപ്ഷൻ ബി kill all microorganism, option C destroy pathogenic microorganism, option D improve taste. Correct answer option C destroy pathogenic microorganism. പാസ്ചറൈസേഷൻ എപ്പോഴും നടക്കുന്നത് 100 ഡിഗ്രി സെൽഷ്യസിന് താഴെയായിരിക്കും. അതുകൊണ്ട് പാസ്ചറൈസേഷൻ മെയിനായിട്ട് എയിം ചെയ്യുന്നത് പാത്തോജനിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിനെ ഡിസ്ട്രോയ് ചെയ്യുന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, LT പാസ്ചറൈസേഷൻ സ്റ്റാൻഡ്സ് ഫോർ. ആൻസർ ഓപ്ഷൻ എ ലോ ടെമ്പറേച്ചർ ലോങ് ടൈം, ഓപ്ഷൻ ബി ലോങ് ടേം low temperature, less than thermal light treatment, lifetime low treatment. Correct answer option A low temperature long time. ഇത് നടക്കുന്നത് 63 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും, അതല്ലെങ്കിൽ 145 ഡിഗ്രി ഫാരൻഹീറ്റിൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, പലവട്ടം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. തേർഡ് ക്വസ്റ്റ്യൻ, പോസിറ്റീവ് ഫോസ്ഫറ്റേസ് ടെസ്റ്റ് ഇൻഡിക്കേറ്റ്സ്. ഫോസ്ഫറ്റേസ് ടെസ്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ പ്രോപ്പർ പാസ്ചറൈസേഷൻ, ഓപ്ഷൻ ബി ഇംപ്രോപ്പർ പാസ്ചറൈസേഷൻ, ഓപ്ഷൻ സി presence of sugar, option D presence of acid. Correct answer option B improper pasteurization. Phosphatase test mainly യൂസ് ചെയ്യുന്നത് പ്രോപ്പർ പാസ്ചറൈസേഷൻ അളക്കാൻ വേണ്ടിയിട്ടാണ്. ആൽക്കലൈൻ ഫോസ്ഫേറ്റേസിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ അത് ഇംപ്രോപ്പർ ആയിരിക്കും. നാച്ചുറലി ഉണ്ടാവുന്നതാണത്. അപ്പോൾ പാസ്ചറൈസേഷൻ നടന്നു കഴിയുമ്പോൾ ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് എൻസൈം നശിച്ചിരിക്കും. അപ്പം അങ്ങനെയാണ് പാസ്ചറൈസേഷന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ പാസ്ചറൈസേഷൻ നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ഉറപ്പിക്കുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, പാസ്ചറൈസേഷൻ ഈസ് യൂസ്ഡ് ഇൻ ഓൾ എക്സെപ്റ്റ്. പാസ്ചറൈസേഷൻ താഴെ കൊടുത്തിരിക്കുന്ന എല്ലാ കേസുകളിലും ഉപയോഗിക്കും, പക്ഷെ ഒരു കേസിൽ യൂസ് ചെയ്യില്ല. അതേതാണ്? ഓപ്ഷൻ എ മിൽക്ക്, ഓപ്ഷൻ ബി fruit juice, option C beer, option D mineral water. Correct answer option D mineral water. Fruit juices are usually pasteurized using. താഴെ തന്നിരിക്കുന്നവയിലെ ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഫ്രൂട്ട് ജ്യൂസ് പാസ്ചറൈസ് ചെയ്യുന്നത്? ആൻസർ UHT, option B LT, option C flash pasteurization, option D dry heat. Correct answer option C flash pasteurization. UHT milk can be stored at room temperature for. UHT പാസ്ചറൈസേഷൻ കഴിഞ്ഞിട്ടുള്ള മിൽക്ക് റൂം ടെമ്പറേച്ചറിൽ എത്ര നാൾ കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കും? ആൻസർ ഓപ്ഷൻ എ 1 day, ഓപ്ഷൻ ബി 7 days, ഓപ്ഷൻ സി several weeks, ഓപ്ഷൻ ഡി only with refrigeration. കറക്റ്റ് ആൻസർ several weeks. UHT പാസ്ചറൈസേഷൻ വെച്ചാൽ അൾട്രാ ഹൈ ടെമ്പറേച്ചർ പാസ്ചറൈസേഷൻ ആണ്. അത് നടക്കുന്നത് 135 മുതൽ 135 ഡിഗ്രി സെൽഷ്യസിലാണ് 1 to 8 സെക്കൻഡിനുള്ളിലാണ് നടക്കുന്നത്. അപ്പം അങ്ങനെ വരികയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ആ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ടുള്ള പാലാണെങ്കിൽ ഒറ്റ പ്രിസർവേറ്റീവ്സും ആഡ് ചെയ്യാണ്ട് നമുക്ക് സെവറൽ വീക്സ് പുറത്ത് സൂക്ഷിക്കാനായിട്ട് സാധിക്കും. എങ്ങാനും നമ്മളത് യൂസ് ചെയ്യാനായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഫ്രിഡ്ജിൽ വേണ്ടി വരും സ്റ്റോർ ചെയ്യാനായിട്ട്. സെവൻത് ക്വസ്റ്റ്യൻ, പാസ്ചറൈസേഷൻ ഹെൽപ്പ് പ്രിവെന്റ്. താഴെ തന്നിരിക്കുന്നവയിൽ ഏത് ഓർഗാനിസത്തിനെ പ്രിവെന്റ് ചെയ്യാനാണ് പാസ്ചറൈസേഷൻ കൂടുതൽ ഹെൽപ്പ് ചെയ്യാറുള്ളത്? ആൻസർ ഓപ്ഷൻ എ ക്ലോറല്ല,
ഓപ്ഷൻ ബി റാബിസ്, ഓപ്ഷൻ സി ബ്രുസലോസിസ്, ഓപ്ഷൻ ഡി മലേറിയ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ബ്രുസലോസിസ് ആണ്. ഇതൊരു മിൽക്ക് ബോൺ പാത്തോജൻ ആണ്. 8th ക്വസ്റ്റ്യൻ, പാസ്ചറൈസ്ഡ് മിൽക്ക് ഷുഡ് ബി സ്റ്റോർഡ് അറ്റ്. പാസ്ചറൈസേഷൻ കഴിഞ്ഞ മിൽക്ക് എത്ര ഡിഗ്രി സെൽഷ്യസിലാണ് സ്റ്റോർ ചെയ്യേണ്ടത്? ആൻസർ ഓപ്ഷൻ എ റൂം ടെമ്പറേച്ചർ, ഓപ്ഷൻ ബി 37 ഡിഗ്രി സെൽഷ്യസ്, ഓപ്ഷൻ സി ബിലോ 5 ഡിഗ്രി സെൽഷ്യസ്, ഓപ്ഷൻ ഡി 0 ഡിഗ്രി സെൽഷ്യസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ബിലോ 5 ഡിഗ്രി സെൽഷ്യസ്. 9th ക്വസ്റ്റ്യൻ, വിച്ച് ന്യൂട്രിയന്റ് ഈസ് മോസ്റ്റ് സെൻസിറ്റീവ് ടു ഹീറ്റ് ഡ്യൂറിംഗ് പാസ്ചറൈസേഷൻ? പാസ്ചറൈസേഷൻ സമയത്ത് ഒരു ചെറുതായിട്ടൊന്ന് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നശിച്ചു പോകുന്നത് ഏത് വൈറ്റമിൻ ആണ് താഴെ കൊടുത്തിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ വൈറ്റമിൻ എ, ഓപ്ഷൻ ബി വൈറ്റമിൻ B2, ഓപ്ഷൻ സി വൈറ്റമിൻ സി, ഓപ്ഷൻ ഡി കാൽസ്യം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി വൈറ്റമിൻ സി. ചെറുതായിട്ടൊന്ന് ഹീറ്റ് കൊണ്ടാൽ തന്നെ പാലിലെ വൈറ്റമിൻ സി ഇവപ്പറേറ്റ് ചെയ്ത് പോകും. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പലവട്ടം PS ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. 10th ക്വസ്റ്റ്യൻ, UHT മിൽക്ക് ഈസ് പാക്കേജ്ഡ് അണ്ടർ. UHT മിൽക്ക് എന്ത് കണ്ടീഷനിലാണ് ഇത് പാക്ക് ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ എ നോർമൽ എയർ, ഓപ്ഷൻ ബി സ്റ്റെറൈൽ കണ്ടീഷൻ, ഓപ്ഷൻ സി കോൾഡ് വാട്ടർ, ഓപ്ഷൻ ഡി ഫ്രീസിംഗ് കണ്ടീഷൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി സ്റ്റെറൈൽ കണ്ടീഷൻ. ഇതും ക്വസ്റ്റ്യൻ PSയിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. UHT എന്ന് വെച്ച് കഴിഞ്ഞാൽ അൾട്രാ ഹൈ ടെമ്പറേച്ചർ പാസ്ചറൈസേഷൻ ആണ്. 135 ഡിഗ്രി സെൽഷ്യസിലാണ് അത് ഹീറ്റ് ചെയ്യുന്നത്. 1 to 8 സെക്കൻഡ് ആണ്. അപ്പോൾ സ്റ്റെറൈൽ കണ്ടീഷൻ ഫുൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കാണാൻ സാധിക്കുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആരും തന്നെ മറക്കരുത്. താങ്ക് യു.